ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PMSU ക്ലാസ്സസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ലാബ് എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുന്നത് സ്റ്റാർട്ടിങ് നമ്മൾ ഫോർക്ക് എന്നാണ് തുടങ്ങുന്നത്. കാരണം എക്സ്റ്റേണൽ ലാബ് എക്സാമിനേഷനിൽ പൊതുവെ ഷെൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഫോർക്ക് തൊട്ടാണ് മെയിൻലി ക്വസ്റ്റ്യൻസ് മെയിൻ എക്സാമിന് ചോദിക്കാറുള്ളത്. സോ നമ്മൾ ഫോർക്ക് നിന്നാണ് ഇത് സെമസ്റ്റർ എക്സാം ബേസ്ഡാണ്, സെമസ്റ്റർ ഇൻറ്റേർണൽ എക്സാം ബേസ്ഡാണ്. സോ നമ്മൾ ഫോർക്ക് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 3 ക്വസ്റ്റ്യൻ, ഈ ഒരു സൈക്കിൾ പ്രോബ്ലംസ് ആണ്. ഈ 3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഫോർത്തിലെ ഇതാണ് നമ്മുടെ ഫോർക്ക് വരുന്ന ഇതിലാണ്. ഈ 3 ABC ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫോർക്ക് നല്ല വൃത്തിക്ക് പഠിക്കാൻ പറ്റും. ഫോർക്ക് നല്ല വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ എക്സാമിന് ചോദിക്കുന്ന ഏത് ഫോർക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയാലും, ഈവൻ ഹൈറാർക്കി മേക്കിംഗ് ആയാലും ഒക്കെ നമുക്ക് ഇത് 3 വൃത്തിയായി ചെയ്യാൻ പറ്റും. നമുക്ക് അത് സുഖമായി ചെയ്തെടുക്കാൻ പറ്റും. വേറൊരു കാര്യം, എക്സ്റ്റേണൽ എക്സാമിനേഷനിൽ മിക്സ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ വരാൻ സാധ്യത. ലൈക്ക് ഫോർക്ക് മാത്രം ചോദിക്കില്ല, ഹൈറാർക്കി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ബാങ്കേഴ്സ് അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, FCFS ഇംപ്ലിമെൻറ്റ് ചെയ്യുക, SJF ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അങ്ങനെ പലതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഫോർക്കിൻ്റെ പാർട്ട് നല്ല ക്ലിയർ ആയി വെച്ചാൽ അതിൻ്റെ മാർക്കുകൾ നമുക്ക് കിട്ടും. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർക്കാണ്. ഫോർക്ക് ഫുള്ള് ABC 3 ക്വസ്റ്റ്യൻ ചെയ്യും. അത് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഇനി അടുത്ത ഷെഡ്യൂളിംഗ് നൽകത്തിലേക്ക് പോകുമ്പോൾ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a program to accept the limiting value n as input and generate the Fibonacci sequence of n numbers using the child process while the parent process generates the first n prime numbers. ഒന്നുമില്ല, ഒരു n എന്ന് പറയുന്ന ഇൻപുട്ട് എടുക്കണം മെയിൻ ഫംഗ്ഷൻ. എന്നിട്ട് ചൈൽഡ് പ്രോസസ്സ് എന്ത് ചെയ്യണം? ഫിബൊനാച്ചി സീക്വൻസ് ഓഫ് n നമ്പേഴ്സ്. ആ n നമ്പേഴ്സിന് ഫിബൊനാച്ചി സീക്വൻസ് ജനറേറ്റ് ചെയ്യണം. അതേസമയം പാരന്റ് പ്രോസസ്സ് ആദ്യത്തെ n പ്രൈം നമ്പേഴ്സും പ്രിൻ്റ് ചെയ്യിക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ആൽഗോരിതം വേണ്ടേ? ആൽഗോരിതം എഴുതുമ്പോൾ നമുക്ക് എന്തെല്ലാം വേണം? ഇതിൽ എന്തെല്ലാം നമുക്ക് ആവശ്യമുള്ളത് നോക്കുക. നമുക്ക് ഒരു മെയിൻ ഫംഗ്ഷനിൽ നമുക്ക് നമ്പർ ഓഫ് ഇൻപുട്സ് എടുക്കാനുള്ളൊരു മെയിൻ ഫംഗ്ഷനിൽ വേണം. പിന്നെ നമുക്ക് ഫിബൊനാച്ചി സീക്വൻസ് ജനറേറ്റ് ചെയ്യാനൊരു ഫംഗ്ഷൻ വേണം. പിന്നെ നമുക്ക് പ്രൈം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാനൊരു ഫംഗ്ഷൻ വേണം. അപ്പോൾ ഇത് ഏകദേശം 3 അല്ലെങ്കിൽ 4 ഫംഗ്ഷൻസ് ചിലപ്പം വരും. 4 ഫംഗ്ഷൻസ് പറയാൻ കാരണം, ഞാൻ പ്രൈം നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രൈം നമ്പർ ഒരു നമ്പർ ഞാൻ വേറെ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യും, അത് പ്രൈം ആണോ അല്ലയെന്ന് നോക്കിയിട്ട്, എന്നിട്ടത് ജനറേറ്റ് പ്രൈം നമ്പേഴ്സ് ആണ് വേറെ ഫംഗ്ഷനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്കൊരു 3-4 ഫംഗ്ഷൻ വേണ്ടി വരും. ഒന്ന് ഞാൻ എന്താ പറഞ്ഞത്, ഒരു ഫിബൊനാച്ചി ജനറേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, പ്രൈം നമ്പർ ജനറേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ, പിന്നെ നമ്മുടെ എപ്പോഴും ഉള്ള പോലെ മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, നമുക്ക് ഇനി ഇത് ആൽഗോരിതം എങ്ങനെ എഴുതാൻ നോക്കാം. സോ ഇതാണ് ഞാൻ വെച്ചൊരു ആൽഗോരിതം. ഇത് കുറച്ചുകൂടി സ്യൂഡോ കോഡ് മെത്തേഡാണ് ആൽഗോരിതം. ഈ ആൽഗോരിതം സെറ്റായി തന്നെ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, ഏത് എന്താ പറയുക ഏത് കോഡിങ് ലാംഗ്വേജിൽ വേണമെങ്കിൽ നമുക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാനാണ്. സിമ്പിൾ ആൽഗോരിതമാണ്. കുറച്ചുകൂടി സ്യൂഡോ കോഡ് മെത്തേഡിലാണ് എഴുതിയത്. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ, ലൈക്ക് ടീച്ചേഴ്സ് തന്നെ ആ കുട്ടിക്ക് ഇത് നല്ല വൃത്തിക്ക് ചെയ്യാൻ അറിയാം, മീൻസ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്. ജസ്റ്റ് അല്ലാണ്ട് നമുക്ക് ആൽഗോരിതം നല്ല ഡിസ്ക്രിപ്റ്റീവ് രൂപത്തിൽ എഴുതാം, പക്ഷെ ഡിസ്ക്രിപ്റ്റീവ് രൂപത്തിൽ എഴുതിയാൽ അതൊരു കോഡുമായിട്ട് അത്ര ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ ഞാനത് കുറച്ചുകൂടി സ്യൂഡോ കോഡ് മെത്തേഡിലാണ് എഴുതിയിരിക്കുന്നത്. സോ ആൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാണ്. ബിഗിൻ ഇൻക്ലൂഡ് നെസറി ഹെഡേഴ്സ്. നെസറി ഹെഡേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് stdio.h, പിന്നെ std ലിബും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് സിസ് വെയിറ്റ് എന്ന് പറയുന്നൊരു ഹെഡർ കൂടി വേണം. ഓക്കെ, ഇത് ഞാൻ കോഡ് ഞാൻ പിന്നെ കാണിക്കും. ഓക്കെ, സോ ഇൻക്ലൂഡ് നെസറി ഹെഡേഴ്സ് കൊടുക്കുക ഫസ്റ്റ് സ്റ്റെപ്പ്. then നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഫിബൊനാച്ചി ഫംഗ്ഷൻ ജനറേറ്റ് ഫിബൊനാച്ചി ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫസ്റ്റ് ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞില്ലേ 3 ഫംഗ്ഷൻ കൂടി വരുന്നു. ഒന്ന് ഫംഗ്ഷൻ ജനറേറ്റ്, പിന്നെ പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്യാൻ, പിന്നെ പ്രൈം നമ്പർ പ്രിൻ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ, ദെൻ ദ മെയിൻ ഫംഗ്ഷൻ. അത്രയേ ഉള്ളൂ. സോ ഇത് ഫിബൊനാച്ചി ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ളത്. ഫിബൊനാച്ചി ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാനുള്ള നിങ്ങൾക്ക് അതിൻ്റെ ലോജിക്ക് അറിയാൻ അതുപോലെ എഴുതി വെക്കുക. ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് 0 ഇനീഷ്യലൈസ് ചെയ്തും സെക്കൻഡ് ടു 1, ഫസ്റ്റ് A എന്ന് പറയുന്നത് 0യും B എന്ന് പറയുന്നത് 1 ആക്കി വെക്കും. എന്നിട്ട് ഫിബൊനാച്ചി സീരീസ് ചൈൽഡ് പ്രോസസ്സാണ് ഫിബൊനാച്ചി സീരീസ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി ഒരു ഫോർ ലൂപ്പ് ഇട്ടിട്ട് ലൈക്ക് ഫിബൊനാച്ചി സീരീസിൻ്റെ എന്ത് ലോജിക്ക് ഇവിടെ ഇതൊന്നല്ല എന്ത് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ചൈൽഡ് പ്രോസസ്സും പാരന്റ് പ്രോസസ്സും അറിയാൻ എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഫിബൊനാച്ചി സീരീസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോജിക്കിൻ്റെ അത് ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ ഒരു ലോജിക്കാണിത്. ഒരു ഫോർ ലൂപ്പ് ഇട്ടു 0 to n-1. ഇഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ
സെറ്റ് നെക്സ്റ്റ് ടു ഐ, അതായത് ഫസ്റ്റ് സെക്കൻഡ് ദെൻ നെക്സ്റ്റ്, ഈ 3 വേരിയബിൾസാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി അല്ലെങ്കിൽ ഒന്നിനേക്കാളും കുറവല്ല നമുക്ക് നമ്മുടെ ഇൻപുട്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സി ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതുക, ദെൻ എ ഈക്വൽ ടു ബി എന്നാക്കുക, ദെൻ സെക്കൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ബി ആണ്, ദെൻ ബി ഈക്വൽ ടു സി എന്നാക്കുക. ലൈക്ക് ഇത് നിങ്ങളെ ലോജിക്ക് നിങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ കുറച്ചുകൂടി മനസ്സിലാവും. ഇനി നെക്സ്റ്റ് ഈഫ് ക്ലോസ് ചെയ്യുന്നു, എന്നിട്ട് തേർഡ് പ്രിൻറ്റ് നെക്സ്റ്റ് സി പ്രിൻറ്റ് ചെയ്യുന്നു, പുതിയ ലൈൻ ഉണ്ടാക്കുന്നു, ഫംഗ്ഷൻ എൻഡ് ചെയ്യുന്നു, സിമ്പിൾ. ഇനി നമുക്ക് ഈസ് പ്രൈം ഫംഗ്ഷനാണ്. ഈസ് പ്രൈം എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രിൻറ്റ് പ്രൈം നമ്പേഴ്സ് എന്നുള്ള ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ ആ നമ്പർ പ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് പ്രൈം എന്ന് യൂസ് ചെയ്യുന്നത്. ഈസ് പ്രൈമിൽ നമ്മൾ നമ്പർ സ്വീകരിക്കും, എന്നിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. 1ലേക്കാൾ 0യും 1ഉം ആണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നാണ്. 0യും 1ഉം പ്രൈം നമ്പേഴ്സ് അല്ല. സോ പ്രൈം നമ്പേഴ്സ് അല്ലാത്തതിനെ ഞാൻ 0 എന്നും പ്രൈം നമ്പേഴ്സ് ആണെന്നുള്ളത് ഞാൻ 1 എന്നാണ് റിട്ടേൺ ചെയ്യുക. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയതുകൊണ്ട് 0യും 1ഉം ആണ്, അത് 2 പ്രൈം നമ്പേഴ്സ് അല്ല, അപ്പോൾ നമ്മൾ റിട്ടേൺ 0 അടിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്ന ആരൊക്കെയാണ്, 2ഉം 3ഉം ആണ്. അപ്പോൾ 2ഉം 3ഉം എന്താണ്, പ്രൈം നമ്പേഴ്സാണ്. സോ നമ്മൾ റിട്ടേൺ 1 കൊടുക്കും. ഓക്കെ, ഇനി ബാക്കി ഇനി അങ്ങോട്ട് അതിലും വലുതാണ് കേസ് വരുന്നത് വെച്ചാൽ ഫ്രം ഐ 2 ടു സ്ക്വയർ റൂട്ട് ഓഫ് നം. പ്രൈം നമ്പേഴ്സിനെ പറ്റി എന്താ വെച്ചാൽ എന്താണ്, ആ നമ്പർ തൊട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് വരെയുള്ള നമ്പർ വരെ ഹരിച്ച് നോക്കിയാൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കുക, റിമൈൻഡർ കിട്ടുന്നുണ്ടോ. റിമൈൻഡർ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പ്രൈം നമ്പർ അല്ല. ഇനിയിപ്പോൾ റിമൈൻഡർ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പ്രൈം നമ്പർ ആണ്. മനസ്സിലായില്ലേ? പ്രൈം നമ്പറിൻ്റെ ലോജിക്ക് അത്ര തന്നെ. അതായത് പ്രൈം നമ്പറിൻ്റെ പ്രത്യേകത എന്താണ്, ആ നമ്പർ ആകെ ഹരിക്കാൻ പറ്റുന്നത് ആ നമ്പറും പിന്നെ 1 കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. 1 കൊണ്ട് എന്തായാലും ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ 2ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി വരെ പോയി സ്ക്വയർ റൂട്ട് ഓഫ് നം വരെ പോയാൽ മതി, അല്ലെങ്കിൽ n/2 വരെ പോയാൽ മതി. എന്നിട്ട് ചെക്ക് ചെയ്യുക, എന്നിട്ട് അത് അതിൻ്റെ മോഡുലസ് എടുക്കുക. മോഡുലസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ റിമൈൻഡറാണ് ഉദ്ദേശിക്കുന്നത്. റിമൈൻഡർ 0 ആണെങ്കിൽ വിച്ച് മീൻസ് ഇറ്റ് ഇസ് നോട്ട് എ പ്രൈം നമ്പർ, എൽസ് ഇറ്റ് ഇസ് എ പ്രൈം നമ്പർ. സോ വി റിട്ടേൺ ദ 1. നെക്സ്റ്റ് വി ഹാവ് ദ പ്രിൻറ്റ് പ്രൈം നമ്പേഴ്സ്. അതൊന്നുമില്ല, അതിൽ നമ്മൾ ഫസ്റ്റ് n പ്രൈം നമ്പേഴ്സ് ആണ് പാരൻറ്റ് പ്രോസസ്സ് എന്നാണ് കാണിക്കുന്നത് വെച്ചാൽ പാരൻറ്റ് പ്രോസസ്സ് എന്നുള്ള പേര് കൊടുക്കും. എന്നിട്ട് ഓരോ നമ്പറും നമ്മൾ ഈസ് പ്രൈം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യും. എന്നിട്ട് അത് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആണെങ്കിൽ എന്ത് ആ നമ്പർ ഇവിടെ പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളെ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, കൗണ്ട് ഇത് ഇവിടെ ഒരു വൈൽ ലൂപ്പ് കൊടുത്തതാണ് n നമ്പേഴ്സ് അപ് ടു n വരെ. എന്നിട്ട് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്ത് പ്രൈം നമ്പേഴ്സ് എല്ലാം പ്രിൻറ്റ് ചെയ്ത് പോകും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്, n നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഈ മെയിൻ ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ ഫോർക്ക് കൂടി ജനറേറ്റ് ചെയ്യുന്നത്. ഫോർക്ക് ജനറേറ്റ് ചെയ്ത് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് n ഡിക്ലെയർ ഇൻറ്റിജർ n, അതായത് ഇൻറ്റ് n. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, യൂസറിനോട് എന്നിൻ്റെ വാല്യൂ അടിക്കാൻ നമ്മൾ പ്രോംപ്റ്റ് ചെയ്യണം. എന്നിട്ട് n റീഡ് ചെയ്യുക. അതായത് നമ്മൾ ഇതാണ് ഒരു പ്രോസസ് ഐ ഡിയുടെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് PIDT ആണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സെമാഫോർ അടിക്കും, അവിടെ SEMT ആണ്. അതുകൊണ്ട് അത് നേരത്തെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് PIDT എന്നാണ് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ്. എന്തിൻ്റെ, നമ്മളെ പ്രോസസ് ഐ ഡിയുടെ. സോ നമ്മൾ ആദ്യം PIDT എന്ന് പറയുന്ന ഒരു പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് സെറ്റ് PID ടു ഫോർക്ക്. അതായത് സെറ്റ് PID ടു ഫോർക്ക് എന്ന് പറഞ്ഞാൽ PID ഈക്വൽ ടു ഫോർക്ക്. അപ്പോൾ നമ്മൾ ഫോർക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ചൈൽഡ് ഉണ്ടായി. PID 0 ആണെങ്കിൽ വിച്ച് മീൻസ് ചൈൽഡ് പ്രോസസ്സാണ് റൺ ചെയ്യുന്നത് മനസ്സിലാക്കാം. PID 0 ആണെങ്കിൽ ചൈൽഡ് പ്രോസസ് നമ്മൾ ഏതാ പറഞ്ഞത്, ഫിബിനോച്ചി അല്ലേ. അപ്പോൾ നമ്മൾ ഫിബിനോച്ചി ജനറേറ്റ് ചെയ്യും. ഇപ്പോൾ PID ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതായത് അത് പാരൻറ്റ് പ്രോസസ്സാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് വെയിറ്റ് വിളിക്കണം. വെയിറ്റ് വിളിക്കുന്നത് എന്താ വെച്ചാൽ ചൈൽഡ് പ്രോസസ് ഡെഡ് ആയിട്ട് വേണം, പാരൻറ്റ് പ്രോസസ് ഡെഡ് ആയി, അതിന് വെയിറ്റ് നാൾ നിന്ന് കൊടുക്കണം. ഓക്കെ, ഹൈറാർക്കി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ വെയിറ്റ് നമ്മൾ അതിൽ കാണും. ഓക്കെ, അതിനുശേഷം ഇനിയിപ്പോൾ PID 0 PID ഗ്രേറ്റർ ദാൻ 0 ആണ്. ചിലപ്പോൾ PID ലെസ് ദാൻ 0 വരും. ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ആ ഫോർക്ക് ക്രിയേഷൻ ഫെയിൽഡ് ആയതാണ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഫോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിനാണ് നമ്മുടെ എൽസ് കണ്ടീഷൻ കൊടുക്കുന്നത്. എൽസ് ശരിക്കും ഉദ്ദേശിക്കുന്നത് PID ലെസ് ദാൻ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർക്ക് ഫെയിൽഡ് കൊടുക്കുക, ഇഫ് ക്ലോസ് ചെയ്യുക, നമ്മുടെ മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക, അൽഗോരിതം എൻഡ്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെ കോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ദിസ് ഈസ് അവർ കോഡ്. ഇതിൽ വേണ്ട കുറച്ച് ലൈബ്രറീസ് ആണ്. ഒന്ന് stdio.h ഇൻപുട്ട് ഔട്ട്പുട്ടിന് വേണ്ടി,
ദെൻ ഇത് യൂണിവേഴ്സിറ്റി അത് കൊടുത്തു. ദെൻ STD ലൈബ്രറി. ദെൻ വി ഹാവ് സിസ് വെയിറ്റ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ വെയിറ്റ് ഇത് കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എന്ന് പറയും. ബട്ട് സ്റ്റിൽ അത് നമ്മുടെ കമ്പൈലർ വാർണിംഗ് തരും. സോ വി മസ്റ്റ് യൂസ് ദിസ് സിസ് വെയിറ്റ് ഫംഗ്ഷൻ, സിസ് വെയിറ്റ് ഹെഡർ. ദെൻ ദിസ് ഇസ് എ ജനറേറ്റ് ഫിബൊനാച്ചി സീക്വൻസ് ജനറേറ്റ് ചെയ്യാനുള്ള എന്ത് ഫംഗ്ഷൻ. ദെൻ ഇവിടെ ഈസ് പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്ത് നേരത്തെ പറഞ്ഞ സെയിം സാധനം. ഓക്കെ. ദെൻ പ്രിൻറ്റ് പ്രൈം നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഇവിടെയാണ് അതാ ഞാൻ ഇതൊക്കെ പെട്ടെന്ന് ഓടിച്ച് പോയത്. ഇതൊക്കെ ജസ്റ്റ് എന്ത് പ്രൈം നമ്പർ പ്രിൻറ്റ് ചെയ്യുക, ജസ്റ്റ് അല്ലാതെ സാധാ ഫംഗ്ഷൻസ് മാത്രമാണ്. ഇതാകുമ്പോൾ ഞാൻ ഈ ഫോർക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ താഴോട്ട് വന്നത്. മെയിൻ ഫംഗ്ഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ PID ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് PID ഈക്വൽ ടു ഫോർക്ക്. മനസ്സിലായോ? PID ഈക്വൽ ടു ഫോർക്ക്. നമ്മൾ PID എന്ന് പറയുന്ന ഒരു പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് PIDനെ ഫോർക്ക് വിളിക്കുക. ഇതിനാണ് ഫോർക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഫോർക്ക് കോളിംഗ് എന്നൊക്കെ പറയാം. ഫോർക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, PID 0 ആണെങ്കിൽ ചൈൽഡ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ജനറേറ്റ് ഫിബൊനാച്ചി എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കും. PID > 0 ആണ്, അത് പാരൻറ്റ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ പ്രിൻറ്റ് പ്രൈം നമ്പേഴ്സാണ് വിളിക്കും. എന്നിട്ട് ചൈൽഡ് പ്രോസസ്സ് ഫിനിഷ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് നള്ളെന്ന് കൊടുക്കും. ഓക്കെ. ഇത് ഇവിടെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. പാരൻറ്റ് പ്രോസസ്സിൻ്റെ അകത്താണ് കൊടുക്കേണ്ടത്. പാരൻറ്റ് പ്രോസസ്സിൻ്റെ ഉള്ളിലാണ് പിന്നെ ചൈൽഡ് പ്രോസസ്സ് വരുന്നത്. സോ പാരൻറ്റ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഈ നള്ള് കൊടുക്കുന്നത്. അപ്പോൾ ചൈൽഡ് പ്രോസസ്സ് എന്ത് ചെയ്യുക, ഫിനിഷ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ടാണ് പാരൻറ്റ് പ്രോസസ്സ്. അല്ലാണ്ട് ചില സമയത്ത് പാരൻറ്റ് പ്രോസസ്സ് ഡെഡ് ആയി കഴിഞ്ഞ് ചൈൽഡ് പ്രോസസ്സ് വീണ്ടും റൺ ചെയ്യും. അങ്ങനെ തന്നെയാണ് ഓർഫൺ പ്രോസസ്സ് എന്ന് പറയുക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ അതല്ല <0 ആണ്, <0 ആണെങ്കിൽ നമ്മൾ ഫോർക്ക് ഫെയിൽഡ് ആയി. ദാറ്റ്സ് ഇറ്റ്. ബാക്കിയൊക്കെ സെയിം നല്ല ആൽഗോരിതം പോലെ തന്നെയുള്ള കോഡുകളും കാര്യങ്ങളാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സ്പെരിമെൻറ്റ് നമ്പർ A ഓഫ് ദി ഫോർക്ക് സൈക്കിൾ. ഫോർക്ക് നമുക്ക് എക്സ്പെരിമെൻറ്റ് നമ്പർ B. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് generate n level hierarchy of processes and also display the parent ID of process. So actually very simple. So നമുക്ക് വേണ്ടത് ഇതാണ് മെയിൻ ഫംഗ്ഷൻ ഉണ്ടാവും. അതായത് n സ്വീകരിക്കാൻ വേണ്ടി നമ്പർ ഓഫ് പ്രോസസ്സ് നമ്പർ ഓഫ് ലെവൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേറെ ഒരു ഫംഗ്ഷൻ വേണം. ഇതിന് നമുക്കിങ്ങനെ റിക്കേഴ്സീവായിട്ട് ചൈൽഡ് പ്രോസസ്സിനെ ജനറേറ്റ് ചെയ്ത് പോയാൽ റിക്കേഴ്സീവായിട്ട് ഫംഗ്ഷൻ വേണം. സോ 2 ഫംഗ്ഷൻസ് വരെ കോഡ് വളരെ ചെറുതാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാം. സോ ഇതാണ് കോഡ്. ഇത്രയേ ഉള്ളൂ. ആദ്യം ആവശ്യം വേണ്ട ഹെഡേഴ്സ് എല്ലാം എടുക്കുക. STD.h പിന്നെ സിസ് വെയിറ്റ്, പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. നമ്മൾ റിക്കേഴ്സീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. റിക്കേഷൻ അറിയാണ്ടാവും ഞാൻ ഫംഗ്ഷൻ കോഡ് ഇറ്റ്സെൽഫ്. സോ ഈ ജനറേറ്റ് എന്ന ഫംഗ്ഷനാണ് ഞാൻ ഉണ്ടാക്കിയത് ഫോർ ജനറേറ്റിംഗ് ചൈൽഡ് പ്രോസസ്സസ്. നമുക്ക് അതിൽ പാസ് ചെയ്യുന്നത് ഒന്ന് ലെവൽ, നമ്മുടെ കറണ്ട് ലെവൽ, അതുപോലെ പ്രോസസ് ID. PID ഉദ്ദേശിച്ച പാരന്റ് PID എന്നാണ് ഉദ്ദേശിച്ചത്. വിച്ച് മീൻസ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടുന്ന് കൊടുക്കുമ്പോൾ ജനറേറ്റ് 0 ഫസ്റ്റ് ലെവൽ നമ്മൾ 0th ലെവലിൽ നമ്മൾ PID, അതായത് ഇപ്പോഴത്തെ പാരന്റ് പ്രോസസ് ഫസ്റ്റ് പാരന്റ് പ്രോസസ്സിന്റെ PID ആണ് നമ്മൾ ഗെറ്റ് PID കൊടുക്കുക. കൺഫ്യൂഷൻ വേണ്ട, ഗെറ്റ് PPID അല്ല, ഗെറ്റ് PID ഞാൻ കൊടുക്കാൻ കാരണം ഇപ്പോൾ ജനറേറ്റ് ആയ പ്രോസസ്സിന്റെ. എന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് പ്രോസസ്സും നമ്മളോട് പാസ് ചെയ്യും. എന്നിട്ട് ഈ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ ലെവൽ ഈക്വൽ ടു n ആണോ. നമ്പർ ഓഫ് ലെവൽസും നമ്പർ ഓഫ് പ്രോസസ്സും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിർത്തണം. ഓക്കെ. ഇത് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പാടില്ല. സോ അതാണ് ഫസ്റ്റ് കൊടുത്ത ലെവൽ ഈക്വൽ ടു n. അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ചെയ്യാം. ഇപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോർക്ക് വിളിക്കാം, ഒരു പുതിയ പ്രോസസ്സ് ഫോർക്ക് വിളിക്കാം. എന്നിട്ട് PID നേരത്തെ ചെയ്ത മാറ്റുന്നത് PID ഈക്വൽ ടു ഫോർക്ക്. സോ നമുക്ക് ഈ PID ഫോർക്ക് കോൾ ചെയ്തപ്പോൾ 0 ആണ് റിട്ടേൺ ചെയ്തതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ അർത്ഥം നമ്മുടെ ചൈൽഡ് പ്രോസസ് ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ചൈൽഡിന്റെ PID പ്രിന്റ് ചെയ്യുക, പാരന്റ് PID പ്രിന്റ് ചെയ്യുക. ചൈൽഡിന്റെ PID നടന്നത് ഇപ്പൊ ജനറേറ്റ് ആയി ഈ പ്രോസസ് PID. സോ നമ്മൾ ഗെറ്റ് PID ഫംഗ്ഷൻ വിളിക്കും. പാരന്റിന്റെ PID ഏതാണ്, അത് നമ്മൾ കൂടെ പാസ് ചെയ്ത PID ആണ് പാരന്റ്. സോ അത് അങ്ങനെ തന്നെ കൊടുക്കുക, PPID അല്ലെങ്കിൽ ഗെറ്റ് PPID ചെയ്താൽ മതി. ഇത് ഞാൻ ഇത് പാസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് എന്തും കൊടുക്കുക, ID എന്നൊക്കെ കൊടുക്കുക. സോ അതാണ് ആ പാരന്റ് ID ആണ് അവിടെ കൊടുത്തത്. എന്നിട്ട് ചൈൽഡ് ക്രിയേറ്റ് ചെയ്ത് ഈ ചൈൽഡ് അടുത്ത ചൈൽഡ് ക്രിയേറ്റ് ചെയ്യണ്ടേ. സോ
നമ്മൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ജനറേറ്റ്. ഇപ്പോൾ ലെവൽ, ഇപ്പോൾ നെക്സ്റ്റ് ചൈൽഡ് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് കയറി. ഇത് ഫസ്റ്റ് ലെവൽ, ഫസ്റ്റ് ലെവൽ, പിന്നെ സെക്കൻഡ് ലെവൽ, പിന്നെ തേർഡ് ലെവൽ, പിന്നെ ഫോർത്ത് ലെവൽ, അങ്ങനെ ഈ ലെവലിലാണ്. അപ്പോൾ അതിൽ ചൈൽഡ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. സോ അടുത്ത ലെവൽ, ലെവൽ കൂട്ടി കൊടുക്കുക, ലെവൽ +1 ആക്കി. പിന്നെ പാരന്റ് പ്രോസസ്സാണ് ഈ പാരന്റ് പ്രോസസ് ഇപ്പോൾ ഉണ്ടാക്കി ഈ ചൈൽഡ് പ്രോസസ്സാണ് അടുത്ത പ്രോസസ്സിന്റെ പാരന്റ് പ്രോസസ്സ്. സോ അത് ഈ ഗെറ്റ് PID തന്നെയാണ് ഇവിടെ പാസ് ചെയ്യുക. എന്നിട്ട് നമ്പർ ഓഫ് പ്രോസസ് ബാക്കിയൊക്കെ സെയിം തന്നെ, ഇതുപോലെ തന്നെ 0 ഗെറ്റ് PID എന്ന് കൊടുത്തു. ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ് 0 കൊടുത്തു. ഇവിടെ റിക്കേഴ്സീവ് ആയി പോകുന്നതുകൊണ്ട് ഈ 0 മാറ്റിയിട്ട് നെക്സ്റ്റ് ലെവലായി കൊടുക്കുക, ലെവൽ +1. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അണ്ടിൽ ലെവൽ ഈക്വൽ ടു n. ഇനി PID >0 ആണെങ്കിൽ, അതായത് ഈ ഫോർക്ക് വിളിച്ച PID നമുക്ക് >0, വിച്ച് മീൻസ് പാരന്റ് പ്രോസസ് ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എല്ലാ ചൈൽഡ് പ്രോസസ്സും എന്ത് ചെയ്യാൻ, ഡൈ ചെയ്യാൻ, ചൈൽഡ് പ്രോസസ് എല്ലാം തീരാൻ വേണ്ടിയിട്ട് ടെർമിനേറ്റ് ആകാൻ വേണ്ടി കാത്തിക്കുക. ആ അവസ്ഥ നമ്മൾ വെയിറ്റിൻ്റെ അവിടെ യൂസ് ചെയ്തു. അപ്പോൾ എല്ലാ ചൈൽഡ് പ്രോസസ്സും എന്താവും, ടെർമിനേറ്റ് ആവും. ടെർമിനേറ്റ് ആയിട്ട് മാത്രമേ നമ്മൾ പാരന്റ് പ്രോസസ് ടെർമിനേറ്റ് ആവും, അല്ലെങ്കിൽ അവിടെ ഓർഫൻ പ്രോസസ് സംഭവിക്കുന്നത് നേരത്തെ മെൻഷൻ ചെയ്തതാണ്. സോ എന്നിട്ട് നമ്മൾ ഓരോ പ്രോസസ് ചൈൽഡ് ആകുന്നതിനനുസരിച്ച്, ഓരോ പ്രോസസ്സ് ടെർമിനേറ്റ് ആകുന്നതിനനുസരിച്ച് അത് നമ്മൾ പ്രിന്റ് ചെയ്യും. അത് നിർബന്ധമില്ല, ആക്ച്വലി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്കിത് പ്രോഗ്രാം കറക്റ്റ് വർക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ടെർമിനേറ്റ് എന്ന് കൊടുക്കുന്നത്. ശരിക്കും ഞാൻ കമന്റ് ചെയ്ത് ഒഴിവാക്കാം. വെയിറ്റിനുള്ള കൊടുക്കുക, എല്ലാ ചൈൽഡ് പ്രോസസ്സും എന്താ ടെർമിനേറ്റ് ചെയ്ത് കൊടുക്കും. ഇഫ് അതിപ്പോ ഫോർ PID <0 ആണ്, അങ്ങനെയാണെങ്കിൽ ഫോർക്ക് ക്രിയേഷൻ വേണ്ട, അതൊക്കെ സെയിം തന്നെ. സോ ഇത്രയുള്ള കോഡ്, സിമ്പിൾ ആസ് ദാറ്റ്. സോ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is C question. Write a program to create 4 processes, ഒരു പാരന്റ് 3 ചിൽഡ്രനും, എന്നിട്ട് ഈ സീക്വൻസ് വേണ്ട ടെർമിനേറ്റ് ആകും. പാരന്റ് പ്രോസസ് ലാസ്റ്റ് ടെർമിനേറ്റ് ആവണം, തേർഡ് ചൈൽഡ് ആദ്യം ടെർമിനേറ്റ് ആണ്, പിന്നെ സെക്കൻഡ് ചൈൽഡ്, പിന്നെ ഫസ്റ്റ് ചൈൽഡ്, അങ്ങനെയാണ് ഇത് ടെർമിനേറ്റ് ആകുന്നത്. ഓക്കെ, സോ നമുക്ക് അതങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്, ആദ്യം ടെർമിനേറ്റ് ആണ് തേർഡ് ചൈൽഡ്, then second child terminate after last, then second child, then terminate after second child, first child, then last parent child. It's very simple ആണ്. So ഇതിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ കോഡ്. സാധാരണ പോലെ നമ്മുടെ സീക്വൻസ്, വേറെ പറയുന്ന മറ്റൊരു പേരാണ് പ്രോസസ് സീക്വൻസ്. സോ ഒന്നുമില്ല, ഒറ്റ ഫംഗ്ഷൻ ഉണ്ടാവും, മെയിൻ ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവും, കാരണം പ്രോസസ് അതിൻ്റെ കൂടെ തന്നെ പ്രിന്റ് ഫോർക്ക് ചെയ്ത് പോകും. ഫസ്റ്റ് തന്നെ നമ്മൾ പാരന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് പാരന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഉന്നയിക്കാം ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പാരന്റ് പ്രോസസ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ പ്രിന്റ് കൊടുക്കുക, പാരന്റ് പ്രോസസ് റൺ ചെയ്യാൻ കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യത്തെ ഫോർക്ക് വിളിച്ച് PID P1. സോ P1 എന്ന് പറഞ്ഞ ചിൽഡ്രൻ അവിടെ ഫോം ചെയ്തു. എന്നിട്ട് രണ്ട് കുറച്ച് നമുക്ക് ആ ഒരു നമ്മളല്ലേ കുറച്ച് വെയിറ്റ് ചെയ്തല്ലേ വന്നത്, അതിനാണ് നമ്മൾ സ്ലീപ്പ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചൈൽഡ് 1 ടെർമിനേറ്റ്സ് കിട്ടും. ഓക്കെ, സോ ഈ പ്രോസസ്സ് ഈ ഓർഡറിൽ വരുമ്പോൾ ഈ ഏറ്റവും ലാസ്റ്റ് എന്താ ടെർമിനേറ്റ് ആകുന്നത് ഇതായിരിക്കും. ഓക്കെ, സോ ചൈൽഡ് 1 ടെർമിനേറ്റ്സ്. ദെൻ നമുക്ക് P1 > 0 ആണെങ്കിൽ, അതായത് P1 > 0 എന്ന് ഉദ്ദേശിച്ചത് പാരന്റ് പ്രോസസ് ആണെങ്കിൽ PID P2 = 4. ഇതിൽ വേറെ ചിൽഡ്രൻ വെച്ച് ഇതിൽ പാരന്റ് ആണ് പോകുന്നത്. once again sleep എടുത്ത് child 2 ടെർമിനേറ്റ്സ്. ഓക്കെ, ദെൻ അതിൻ്റെ ഉള്ളിൽ നമുക്ക് വരുന്ന ഈ P2 > 0, then PID 3 ഫോർക്ക് കോൾ ചെയ്യാം. P3 = 0 ആണെങ്കിൽ child 3 ടെർമിനേറ്റ്സ്. ഓക്കെ, ദെൻ സ്ലീപ്പ് ചെയ്യുക, അതിനുശേഷം പാരന്റ് ടെർമിനേറ്റ്സ് 3 കൊടുക്കുക. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇതിലെന്താ ചെയ്തത്, ഒരു പ്രോസസ്സിനുള്ളിൽ അതിലും വൃത്തിയായി ചെയ്യാൻ പറ്റും. ലൈക്ക് ഒന്നുമില്ല, സാധാരണ പോലെ ഇത് കോൾ ചെയ്യുക, എൻ്റെ ഇവിടെ റിട്ടേൺ 0 കൊടുക്കുക, ഫോർക്ക് കോൾ ചെയ്യുക, if കൊടുക്കുക, റിട്ടേൺ 0 കൊടുക്കുക, എന്നിട്ട് അടുത്ത if എടുക്കുക, ദെൻ അതിൻ്റെ
എൻഡിങ്ങിൽ റിട്ടേൺ സീറോ കൊടുക്കുക. അടുത്ത ഇഫ് ഒക്കെ 3 പ്രോസസ് ആയി. ഇതിൽ ലാസ്റ്റ് എന്ത് കൊടുക്കുക വെച്ചാൽ വെയിറ്റ് നള്ളിൽ 3 വട്ടം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോർ ലൂപ്പ് ഇട്ട് 3 വട്ടം നള്ളിൽ കൊടുക്കുക. അപ്പൊ എങ്ങനെ വെച്ചാൽ 3 താഴോട്ടാവും എന്തുണ്ടാകുക, പ്രോസസ് എൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇവിടെ തേർഡ് പ്രോസസ് കൊടുക്കുക, സെക്കൻഡ് പ്രോസസ് കൊടുക്കുക, ഫസ്റ്റ് പ്രോസസ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ ഇതിനെ ടെർമിനേറ്റ് ചെയ്ത് പോകും. അതും മറ്റൊരു രീതിയിലുള്ള കോഡ്. ആ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഇത് തന്നെ പഠിച്ചു. താങ്ക് യു.